ഇപ്പൊ സന്ദീപ് ദീക്ഷിത് പോലും ഇപ്പോൾ ന്യൂഡൽഹിയിൽ വളരെയധികം വോട്ട് പിടിച്ച് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റൽ ബാലറ്റിന്റെ ആദ്യഘട്ടത്തിൽ മാത്രം നേരിയ മുൻതൂക്കം ലഭിച്ചിരുന്ന അരവിന്ദ് കെജ്രിവാൾ പിന്നീട് വലിയധികം പിന്നോട്ട് പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ അവിടെ സന്ദീപ് ദീക്ഷിത് വോട്ട് പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് മാത്രമല്ല ഇപ്പൊ ബെല്ലിമാരൻ ഉൾപ്പെടെ ബെല്ലിമാരനിൽ ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് ആം ആദ്മി പാർട്ടി മുന്നിൽ എത്തിയിരിക്കുന്നെങ്കിൽ പോലും ഓഖല തുടങ്ങിയ ന്യൂനപക്ഷ മേഖലകളിലും കൂടാതെ ദളിത് വോട്ട് വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ആ ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് വളരെയധികം തിരിച്ച് അവരുടെ അക്കൌണ്ട് തിരിച്ചു പിടിക്കുന്നു എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് വിജയിക്കാൻ കഴിയില്ലെങ്കിലും വലിയ തരത്തിൽ വലിയ വിജയം കൊയ്തുകൊണ്ടിരുന്ന ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല ഔട്ടർ ഡൽഹി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികളും അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന് കുടിയേറിയവരും ചെറിയ വരുമാനമുള്ളവരും താമസിക്കുന്നതാണ് ഔട്ടർ ഡൽഹി, സീമാപുരി തുടങ്ങിയ മേഖലകളിൽ. അവിടെയൊക്കെയായിരുന്നു നേരത്തെ രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയിരുന്നത്. ഈ മേഖലകളിലെല്ലാം കോൺഗ്രസ് വളരെയധികം വോട്ട് പിടിച്ചു മാറ്റുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. ഇവിടെ ഒരു ബിജെപിയുടെ ഒരു വിജയത്തിലേക്കാണ് പല സീറ്റുകളിലും മുന്നേറുന്നതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസ് വലിയ തരത്തിൽ വോട്ട് പിടിച്ചു മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ആം ആദ്മി പാർട്ടി കോൺഗ്രസിനോട് ഗുജറാത്തിൽ എന്താണോ ചെയ്തത്, ഡൽഹിയിൽ കോൺഗ്രസ് അത് തിരിച്ച് ആം ആദ്മി പാർട്ടിയോട് ചെയ്യുന്നു. അതായത് ആം ആദ്മി പാർട്ടിയുടെ ജയസാധ്യതകൾ ഇല്ലാതാക്കുന്ന വിധത്തിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് 2ാം സ്ഥാനത്തേക്ക് വരുന്നു എന്നതിനർത്ഥം ഡൽഹിയിൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് നടത്തുന്നു എന്നുകൂടിയല്ലേ സുമോദ്? അത് അജിംസിന്റെ നിരീക്ഷണം വളരെ ശരിയാണ്. കാര്യം ഗുജറാത്തിലെ തുടർച്ചയായ ഭരണത്തിന് ശേഷം ഭരണവിരുദ്ധ വികാരം പോലും അട്ടിമറിക്കുന്ന തരത്തിൽ അവിടെ കോൺഗ്രസിന്റെ ജയസാധ്യത എല്ലാം നശിപ്പിച്ചു കളഞ്ഞത് ആം ആദ്മി പാർട്ടിയുടെ പല സ്ഥലങ്ങളിൽ പല പോക്കറ്റുകളിൽ അത് മുന്നേറുകയും സൂറത്ത് ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികൾ തിരിച്ചുപിടിച്ചതിന്റെ ബലത്തിൽ ആം ആദ്മി വിജയിക്കും എന്നൊരു പ്രതീക്ഷ നൽകിയതായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ ശക്തമായ ഒരു ഫാക്ടറായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നിരന്തരമായി കോൺഗ്രസും ഒവൈസിയും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. CAA സമരം നടത്തി കഴിയുമ്പോൾ ഇവിടുത്തെ ഈ ആം ആദ്മി പാർട്ടി എവിടെയായിരുന്നു എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഡൽഹി കലാപം നടന്നു കഴിയുമ്പോൾ കലാപക്കാരുടെ ഒപ്പം അവരുടെ നീതി കിട്ടാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ആം ആദ്മി പാർട്ടി നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം, പല JNU വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ജയിലിൽ കഴിയുമ്പോൾ ഇവർക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും സംസാരിക്കാൻ ആം ആദ്മി പാർട്ടി തയ്യാറായോ എന്നുള്ളൊരു കാര്യം. മാത്രമല്ല ഇപ്പോൾ മത ആചാര്യന്മാർക്ക്, ഹിന്ദു ക്ഷേത്രത്തിലെ പൂജാരിമാർക്ക്, പഞ്ചാബി സിഖ് ഗുരുദ്വാരകളിലെ ഗ്രന്ഥിമാർക്ക് അവർക്ക് ഒരു ഗ്രാൻഡ് ഓണറേറിയം നൽകുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാർക്ക് അവരെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന നിരന്തരമായ ചോദ്യങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഈ ചോദ്യങ്ങൾ പലപ്പോഴും അവിടെ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ ചെവി കൊടുത്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ 55% പേരാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അവർ ബെല്ലിമാരൻ മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഒരു 5 മിനിറ്റ് മുമ്പ് വരെ അവിടെ BJPക്ക് പ്രധാനപ്പെട്ട മുൻതൂക്കം ഉണ്ടാകാൻ കാരണം ഓഖലയിൽ പലപ്പോഴും ആം ആദ്മി പാർട്ടി പിന്നിലേക്ക് പോകാൻ കാരണം ആ തങ്ങളുടെ സീറ്റുകളിലെല്ലായിടത്തും കോൺഗ്രസ് വലിയ തരത്തിലുള്ള ഒരു ലീഡ് പിടിച്ച് മുന്നേറുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാം. കാര്യം BJPയുടെ ആദ്യഘട്ട പ്രചരണങ്ങളെല്ലാം ഈ വികസനത്തിന്റെ പേര് പറഞ്ഞിട്ടായിരുന്നു. കൃത്യമായ റോഡില്ല, കുടിവെള്ളം പല സ്ഥലത്തും കിട്ടുന്നില്ല, മഴ പെയ്താൽ കൂടുതൽ വെള്ളം വരുന്നു, അവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നു. അതേസമയം വേനൽക്കാലമാകുമ്പോൾ ഈസ്റ്റ് ഡൽഹിയിലടക്കം മയൂർവിഹാറിലടക്കം കുടിവെള്ളം കിട്ടുന്നില്ല തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങളായിരുന്നു ഉയർത്തിക്കാട്ടിയത്. പക്ഷെ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മുമ്പാണ് യോഗി ആദിത്യനാഥിനെ ഇറക്കി ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിലേക്ക് മാറിയതെങ്കിലും പിന്നീട് കുംഭമേള ഒരു മരണം ഉണ്ടായതിനെ തുടർന്ന് ഈ തരത്തിലുള്ള പ്രചരണം യോഗി ആദിത്യനാഥിന് തുടരാൻ കഴിയില്ല. അദ്ദേഹം UPയിലേക്ക് തന്നെ തിരിച്ചു പോവുകയായിരുന്നു ചെയ്തത്. ഏറ്റവും ഒടുവില ഒരു പ്രധാനപ്പെട്ട ആയുധം തന്നെയായിരുന്നു ഈ മിഡിൽ ക്ലാസിനെ ഉന്നയിച്ചിട്ടുള്ള. ഇപ്പോൾ നമുക്ക് പ്രധാനമായും പറയാൻ കഴിയുന്നത് 2M ആണ് ഇവിടെ ഒരു BJPക്ക് വിജയത്തിലേക്ക് വഴി തുറന്നത്. ഒന്ന് മഹിള, രണ്ടാമത് മിഡിൽ ക്ലാസ്. ഈ 2 വോട്ടുകളും ഈ 2M ഉറപ്പിച്ചു നിർത്താൻ BJPക്ക് കഴിയുന്നതോടുകൂടിയാണ് BJP മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ ഒരു ഏതൊക്കെ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ പോലും ഒരു BJPക്ക് ശക്തമായ ഒരു എതിരാളിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടി മാത്രമാണ് എന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കും ദളിത് വിഭാഗങ്ങൾക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആം ആദ്മി പാർട്ടി BJP
BJPക്ക് എതിരാണെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും തങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു കലാപം ഉണ്ടാകുമ്പോൾ, ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാൻ ഞങ്ങൾ മാത്രമാണുള്ളതെന്ന് കോൺഗ്രസ് കൃത്യമായ സന്ദേശം നൽകുകയും മാത്രമല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാണാത്ത തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു പ്രചരണമാണ് കണ്ടത്. സന്ദീപ് ദീക്ഷിത് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് നമ്മൾ പോകുമ്പോൾ, അൽക്കാല അമ്പയുടെ പ്രചരണത്തിന് പോകുമ്പോൾ അവിടെയെല്ലാം ഏത് ഗലികളിൽ ചെല്ലുമ്പോഴും കോൺഗ്രസിന്റെ ഒരു കൊടിയും കോൺഗ്രസിന്റെ ആളുകളും അവിടെയുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ മുൻനിർത്തി തന്നെയാണ്, ഒരു കോൺഗ്രസിന്റെ ഒരു പുനർജീവനം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആം ആദ്മിക്ക് വലിയ തരത്തിൽ തലവേദനയായി മാറിയിരിക്കുന്നത്. റൈറ്റ്.